എലി വിഷം കഴിച്ചതിന് ശേഷം പോലീസ് വന്ന് കീഴടങ്ങിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കടം കയറി എന്താ പറയാ ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളെല്ലാം ഇതേ കണക്ക് വീട്ടുകാരെല്ലാം കൊല്ലുകയാണോ ചെയ്തത്? അത് ഇത്ര ബ്രൂട്ടലായിട്ട് കൊല്ലുക എന്ന് പറയുന്നത് അതിനകത്ത് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം അതല്ല കാരണം. ഓക്കെ, ഇനി പറയുന്നത് മയക്കുമരുന്നാണ്. ഇദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറയുന്നു. പക്ഷെ അവിടെയുള്ള പ്രശ്നം, ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറയുന്നു എങ്കിലും ഇപ്പം ഇവനെ എടുത്തിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി, ഇതുവരെ അവൻ വിഡ്രോവൽ സിംറ്റംസ് ഒന്നും കാണിച്ചതായിട്ട് നമ്മൾ അറിവില്ല. ഒരു ചാനലിൽ അങ്ങനെ പറഞ്ഞ് കേട്ടില്ല. വിഡ്രോവൽ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മദ്യം കഴിക്കുന്നവരാണെങ്കിലും മതി, നല്ല രീതിയിൽ മദ്യം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ ഒരു വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. ഓക്കെ, മാനസികമായിട്ട് പല പ്രശ്നങ്ങൾ കാണിക്കും സാധനം കിട്ടാതെ വരുമ്പോൾ. പക്ഷെ ഇതിപ്പം ഈ ഒരു കേസിൽ എങ്ങും പറഞ്ഞിട്ടില്ല ഇവൻ ഇങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ടെന്നോ. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, ഓക്കെ, ഇവൻ മയക്കുമരുന്നിന് അടിമയാണ്. അതിലൊരു ഇതിലായിരിക്കാം അവൻ എന്ത് ചെയ്തത്, ഇവരെല്ലാം കൊന്നത്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈവൻ ഈ മയക്കുമരുന്നിൻ്റെ ഇതിലാണെങ്കിൽ കൂടിയും ഇവരിത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തത്. അതായത് ഒരു മർഡർ കഴിഞ്ഞതിന് ശേഷം എത്രയോ മണിക്കൂറിന് ശേഷമാണ് അടുത്തത് പോയി ചെയ്തത്, ഇവിടെ വന്ന് അടുത്തത് ചെയ്യുന്നതും മറ്റേ ഓട്ടോയിൽ കയറി എന്താണ് സ്റ്റേഷനിൽ ചെല്ലുന്നത്, ഇതെല്ലാം സ്വയബോധത്തോടെ ചെയ്തതാണ്. ഇല്ലെന്ന് പറയാൻ ആർക്കും പറ്റില്ല. ഇനി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇനി അവൻ വല്ല സൈക്കോപാത്തോ സോഷ്യോപാത്തോ മറ്റോ ആണോ? പക്ഷെ അതിൻ്റെ ഹിസ്റ്ററി എങ്ങും ഇല്ല. ഓക്കെ, എങ്ങും കാണിക്കുന്നില്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു. ഓക്കെ, പിന്നെ വേറെ കുറച്ച് ഇത് പറയുന്നതാണ് സിനിമ സ്വാധീനിച്ചിട്ടുണ്ടോ.